കോഴിക്കോട് കോർപ്പറേഷനിലെ UDFന്റെ മേയർ സ്ഥാനാർത്ഥി VM വിനു ഇന്ന് ഹൈക്കോടതിയിൽ ഹർജി നൽകും. കല്ലായി ഡിവിഷനിലെ സ്ഥാനാർത്ഥിയായി വിനു പ്രചാരണം തുടങ്ങിയിരുന്നുവെങ്കിലും വോട്ടർ പട്ടികയിൽ പേരില്ലാത്തതിനാൽ മത്സരിക്കാൻ കഴിയാത്ത സാഹചര്യമാണ് ഇപ്പോഴുള്ളത്. CPIM ഗൂഢാലോചനയുടെ ഭാഗമാണിത് എന്നാണ് കോൺഗ്രസിന്റെ ആരോപണം. അതിനിടെ കോഴിക്കോട് മെഡിക്കൽ കോളേജ് സൗത്ത് വാർഡിലെ സ്ഥാനാർത്ഥിക്കും വോട്ടില്ലാത്തത് കോൺഗ്രസിനെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുകയാണ്. സനീഷ് കുമാറാണ് ചേരുന്നത്. അനീഷ്, തിരുവനന്തപുരത്തെ വൈഷ്ണ ഉൾപ്പെടെയുള്ള സ്ഥാനാർത്ഥികൾ നേരിടുന്ന പ്രതിസന്ധി, അതേ പ്രതിസന്ധി തന്നെയാണല്ലോ വിനുവും നേരിടുന്നത്. കോടതിയെ സമീപിച്ചാൽ അനുകൂലമാകുന്ന ഒരു സാഹചര്യം സൃഷ്ടിക്കപ്പെടുമെന്നാണോ പ്രതീക്ഷിക്കുന്നത്? തീർച്ചയായും അത്തരമൊരു പ്രതീക്ഷയിൽ തന്നെയാണ് UDF ക്യാമ്പുള്ളത്. അതുകൊണ്ട് തന്നെയാണ് VM വിനു ഇപ്പോഴും പ്രചാരണം ഊർജിതമായി തുടരുന്നത്. അദ്ദേഹത്തിൻ്റെ കല്ലായി ഡിവിഷനിലെ പ്രചാരണ സ്ഥലത്താണുള്ളത്. അദ്ദേഹം മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുന്ന കാഴ്ചയാണ്. വോട്ടില്ല എന്ന് ഇന്നലെ കണ്ടെത്തുന്നു, നിയമ നടപടികളുമായി മുന്നോട്ട് വന്നിരിക്കുന്നു. പക്ഷേ അതിനിടയിലും പ്രചരണം മുന്നോട്ട് തന്നെ പോവുകയാണ്. തീർച്ചയായിട്ടും അത് പ്രചരണം നമ്മളൊരു കാരണം വെച്ചാലും പിന്മാറുന്ന പ്രശ്നമേ ഇല്ല. മുന്നോട്ട് വെച്ചാൽ പിന്നോട്ട് ശീലിച്ചിട്ടില്ല. അതുകൊണ്ട് നമ്മൾ പൂർവാദ്യം ഇതൊരു എനർജി കൂടിയുണ്ട് ഇങ്ങനെ വർക്ക് ചെയ്യാണ്ട്. കാരണം ഈ എനർജി നമുക്ക് അവർ തന്നിരിക്കുന്ന വലിയൊരു സമ്പത്താണ്. അതുകൊണ്ട് മുന്നോട്ട് നീ എല്ലാ വാർഡുകളിലും കോർപ്പറേഷൻ്റെ 76 വാർഡുകളിലും ഞാൻ ശക്തമായ പ്രചരണത്തിൽ സ്ഥാനാർത്ഥി ആരും ഇല്ലെങ്കിലും ഉണ്ടാവും. കല്ലായിൽ മാത്രമല്ലെങ്കിലും കേന്ദ്രീകരിക്കുക മൊത്തം നമ്മൾ കോഴിക്കോട് കോർപ്പറേഷൻ്റെ എല്ലാ വാർഡുകളിലും ഞാൻ പോയി പ്രചരണത്തിന് നമ്മളെ UDFൻ്റെ വിജയത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കും. ഈ വോട്ട് എങ്ങനെ നഷ്ടപ്പെട്ടു എന്നാണ് താങ്കൾ ഇപ്പോൾ കരുതുന്നത്? ഒരു ഈ വോട്ട് നഷ്ടപ്പെട്ടത് എങ്ങനെയായിരിക്കും എന്നാണ് കരുതുന്നത്? അത് നഷ്ടപ്പെടുത്തിയവർക്കേ അറിയുള്ളൂ, എനിക്കറിയില്ല. നഷ്ടപ്പെടുത്തിയവരുണ്ടല്ലോ അവർക്കേ അറിയുള്ളൂ. ഒരു സാധനം നഷ്ടപ്പെടുത്തുന്നവർക്കേ അറിയാം എങ്ങനെ നഷ്ടപ്പെടുത്തിയില്ല. നമുക്കങ്ങനെ ശീലമല്ലല്ലോ. അപ്പോൾ ഞാൻ 45 കൊല്ലമായിട്ട് ഞാൻ എല്ലാ പാർലമെൻറ്റ് ഇലക്ഷനിലും അതുപോലെ തന്നെ അസംബ്ലിയിലും ഈ കോർപ്പറേഷൻ വാർഡിലൊക്കെ ഞാൻ വോട്ട് ചെയ്തതാണ്. അപ്പോൾ എനിക്ക് വോട്ടില്ലാതെ ആവുന്നൊരവസ്ഥയെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനൊരവസ്ഥ വന്ന സമയത്ത് ഇത് പൊളിറ്റിക്സ് അല്ലേ. അതിൽ ഒരുപക്ഷെ നമ്മൾ ഈ മണ്ഡലത്തിൽ ഞാൻ പ്രവർത്തിക്കുന്നു, ഞാൻ സ്ഥാനാർത്ഥിയാവുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ പലരും എന്നോട് വിളിച്ച് ചോദിച്ചിട്ടുണ്ട്, അല്ല നിങ്ങൾ കോൺഗ്രസിൻ്റെ ആണെന്ന്, നിങ്ങളവിടെ നിൽക്കാൻ പോകുകയാണ് എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ അത് കോൺഗ്രസ് എന്തോ നിശ്ചയിക്കപ്പെട്ട ഒരു പാർട്ടി പോലെയൊക്കെ അവർ ചോദിച്ചു. ദേശീയ പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട ഏറ്റവും ശക്തമായ ജനാധിപത്യ ശക്തിയാണ് കോൺഗ്രസ് എന്ന് പറയുന്നത്. അതിൽ വർക്ക് ചെയ്യുന്ന എനിക്ക് അഭിമാനമുണ്ട്. അതുകൊണ്ട് ഞാൻ അവരുടെ ഒരു ഭയമായിരിക്കും. ആരാണ് ഇതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച് അവർക്ക് എന്തോ ഒരു ഉൾഭയം തോന്നിയിട്ടുണ്ട്. കാരണം ജനങ്ങൾ അവർക്ക് എതിരെ തിരിഞ്ഞുകൊണ്ടിരിക്കുകയാണെന്ന് അവർ മനസ്സിലാക്കി കഴിഞ്ഞിട്ടുണ്ടാകും. അപ്പോൾ എങ്ങനെങ്കിലും ഏത് വഴിക്കെങ്കിലും ഇത് നട്ടിമറച്ചിട്ട് ഇത് അവർക്ക് നേടാനുള്ള ഒരു പ്രവണത എല്ലാ സ്ഥലത്തും നടന്ന മാതിരി തന്നെ നോർത്ത് ഇന്ത്യയിലും ഒക്കെ നടന്ന പോലെ തന്നെ ആ നയം ഇവിടെ ഇപ്പോൾ സ്വീകരിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചന എന്ന് തന്നെയാണ് കരുതുന്നത്. CPM തന്നെയാണ് പിന്നിലെന്ന്. ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഉണ്ട്. അതാരെന്നുള്ള ചെയ്തവർക്കേ അറിയുള്ളൂ. ഇതിപ്പം അപ്പീലടക്കം കൊടുക്കാൻ അവസരമുണ്ട്. കാര്യം നമുക്ക് സാധാരണ വോട്ടർ പട്ടികയിൽ പേരില്ലെങ്കിൽ നമ്മൾ പരിശോധിക്കുക, പിന്നീട് അതിൻ്റെ നടപടി. പക്ഷെ താങ്കൾ അങ്ങനെ പോലും ശ്രദ്ധിക്കേണ്ട വന്നില്ല എന്നാണോ? അല്ല, ഇപ്പം ഞങ്ങൾ ഇന്നലെ ആ കലക്ടറെ കണ്ടു, നിവേദനം കൊടുത്തിട്ടുണ്ട്. അദ്ദേഹത്തിന് തീരുമാനം ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോൾ അവിടെയും നമുക്ക് നീതി കിട്ടിയിട്ടില്ലെങ്കിൽ നേരെ നീതി കിട്ടുന്ന സ്ഥാപനം ഉണ്ടല്ലോ അവിടെ, ഹൈക്കോടതി ഞങ്ങൾ പോകും. അപ്പോൾ കളക്ടർ അനുകൂലമായി തീരുമാനം എടുക്കാമെന്നാണ് എൻ്റെ വിശ്വാസം. ഇന്നലെ എന്നോട് അങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ പ്രവർത്തകർക്ക് നിങ്ങൾക്കൊക്കെ ഒരു ആവേശം കൂടിയോ ഈ സ്ഥാനാർത്ഥി പ്രചരണം? തീർച്ചയായിട്ടും ഡബിൾ ആവേശത്തിലാണ് എല്ലാവരും ഉള്ളത്. നേരത്തെ ഓടിയതിൻ്റെ 4 ഇരട്ടി സ്പീഡിലാണ് ഇപ്പോൾ ഓടിക്കൊണ്ടിരിക്കുന്നത്. എല്ലാവരും നല്ല ആവേശത്തിലാണ്. സ്ഥാനാർത്ഥി ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ്. നമ്മൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ടല്ലോ. അപ്പോൾ എല്ലാ വഴിക്കും നമ്മൾ അതിൻ്റെ അറ്റം വരെ നമ്മൾ അതിന് പരിശ്രമിക്കുന്നുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് അനുകൂലമായിട്ടുള്ളൊരു നടപടി ഉണ്ടാവും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. ഈ വേറൊരു ബിന്ദു കമനക്കണ്ടി മെഡിക്കൽ കോളേജ് സൗത്ത്, അവർക്കും വോട്ടില്ല എന്നാണ്. അവർക്ക് ഈ പകർച്ചവ്യാധി അവർക്കും പിടിവിട്ട് ഇത് വല്ലാത്തൊരു പകർച്ചവ്യാധി. അപ്പോൾ അത് അവർക്ക് പിടിവിട്ട്, എനിക്ക് പിടിവിട്ട്. തിരുവനന്തപുരത്തൊരു കുട്ടി അത്യാവശ്യം നിലയിലായി, അവൾ റിക്കവർ ചെയ്ത് വന്നു. ഇനിയിപ്പോൾ ഞാനാണ് ICUലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് ഞാൻ ജീവനുണ്ടെങ്കിൽ ഞാനത് നേടിയെടുക്കും. ഇനിയിപ്പോൾ മറ്റു വാർഡുകളിലെ പരിശോധനയൊക്കെ പൂർത്തിയായോ? അല്ല, അതൊരു ഇപ്പോൾ എല്ലാവർക്കും സംശയം. അപ്പോൾ ഇതിപ്പോൾ ഇത് ശക്തമായിട്ട് അതല്ല, ഒരു ഗ്രൂപ്പ് ഇപ്പോൾ ഇത് നോക്കുക ആരൊക്കെയാണ് വെട്ടി നിരത്തിയത്, അതിനൊരു ഏർപ്പാടാക്കിയിട്ടുണ്ട് നമ്മളെ. അല്ല, ഇത് എങ്ങനെയാണ് ഈ സ്ഥാനാർത്ഥിയായി അദ്ദേഹം വന്നപ്പോൾ നിങ്ങൾക്കൊരു ആവേശമുണ്ടായിരുന്നു, പ്രചരണം സാധാരണഗതിയിൽ തുടങ്ങി. പക്ഷേ വോട്ടില്ലെന്ന് അറിഞ്ഞതോടുകൂടി കുറച്ചുകൂടെ ഒരു ആവേശം കൂടിയും തോന്നുന്നല്ലേ?
നീതി നിഷേധത്തിനെതിരെ ഒരു പ്രത്യാശയോട് കൂടിയിട്ടാണ് ഇവിടെയുള്ള ഐക്യജനാധിപത്യ മുന്നോട്ട് പ്രവർത്തകരും നേതാക്കളും എല്ലാം തന്നെയുള്ളത്. കാരണം ഇന്ത്യയിൽ ജീവിക്കാനുള്ള അവകാശം ഇപ്പോൾ നോർത്ത് ഇന്ത്യയിലെ പോലെ കേരളത്തിലേക്കും അത് വ്യാപിച്ചോ എന്ന് സംശയിക്കുന്നു. സംശയദൃഷ്ടിയോടെയാണ് ഇത് നോക്കിക്കാണുന്നത്. ഞങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഓരോ പൗരൻ്റെയും അവകാശങ്ങളാണ്. അത് നേടിയെടുക്കേണ്ട സ്ഥാപനത്തിൽ പോയി നേടിയെടുക്കും. VM വിനു തന്നെ കോഴിക്കോട് കോർപ്പറേഷനെ നയിക്കാൻ മുമ്പിലുണ്ടാകും എന്ന് ഞങ്ങൾ പ്രത്യാശിക്കുന്നു. ഇതാണ് സാഹചര്യം. രണ്ടാമതൊരു സ്ഥാനാർത്ഥിക്ക് കൂടെ വോട്ടില്ല എന്ന് കണ്ടെത്തിയിരിക്കുന്നു. പക്ഷേ ആവേശത്തിനൊട്ടും കുറവില്ല. എന്ത് വന്നാലും പ്രദർശനം മുന്നോട്ട് നീങ്ങും. ഈ ഷോ മസ്റ്റ് ഗോ എന്നല്ലേ നിങ്ങളുടെ സിനിമാ ഭാഷയിൽ പറഞ്ഞ എന്ത് വന്നാലും ഷോ മസ്റ്റ് ഗോ ആണ്. അത് തന്നെ കറക്റ്റ്. ആ ലൈനിൽ തന്നെ നമ്മൾ മുന്നോട്ട് നീങ്ങും. അതാണ്, പ്രദർശനം മുന്നോട്ട് പോവുക തന്നെ ചെയ്യും. അദ്ദേഹം കൂടുതൽ ഊർജിതമായി തെരഞ്ഞെടുപ്പ് പ്രചാരണ രംഗത്തുണ്ട്. ഒപ്പം പ്രവർത്തകരുടെ എണ്ണത്തിലൊക്കെ സാധാരണഗതിയിൽ ഈ ഒരു കോർപ്പറേഷൻ വാർഡിലൊക്കെ പറഞ്ഞതിന് 3-4 പേരൊക്കെയാണ് കൂടെ ഉണ്ടാവുന്നതെങ്കിൽ ഇത്തവണ അതിൻ്റെ ഇരട്ടി ആളുകളാണ് അദ്ദേഹത്തോടൊപ്പം ഉള്ളത്. ഒപ്പം കല്ലായി ഡിവിഷനിൽ മാത്രമല്ല എല്ലാ ഡിവിഷനുകളിലും പ്രചാരണത്തിനായി പോകുമെന്നും VM വിനു പറയുന്നു. യെസ്, അനീഷാണ് അവിടെ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകുന്നത്. അതായത് വോട്ടർ പട്ടികയിൽ പേരില്ല എങ്കിൽ പോലും താൻ പ്രചാരണവുമായി മുന്നോട്ട് തന്നെയാണ്, മുന്നോട്ട് വെച്ച കാൽ പിന്നോട്ട് വെക്കില്ല എന്ന് തന്നെയാണ് അദ്ദേഹം പറയുന്നത്. അതിൽ നിന്ന് തന്നെ വലിയ പ്രതീക്ഷയിലാണ്. കോടതിയുടെ ഭാഗത്ത് നിന്ന് അനുകൂലമാകുന്ന സമീപനം ഉണ്ടാകും എന്നാണ് അവർ പ്രതീക്ഷിക്കുന്നത് എന്ന് വേണം മനസ്സിലാക്കാൻ.